മാതൃഭൂമിയുടെ മാനന്തവാടി പ്രാദേശിക ലേഖകൻ വിജയകുമാർ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. വിജയകുമാർ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 8:30 മുഖ്യമന്ത്രിയുടെ സംഭവം ഉണ്ടായതാണ് കരുതുന്നത്. മാവോവാദി കൊന്നിറങ്ങിയ തണ്ടർ ബോൾട്ടാണ് മൃതദേഹം കണ്ടത്. അതിനുശേഷമാണ് വിവരം പുറത്തിറങ്ങിയത്. വനത്തിനുള്ളിൽ തന്നെയായിരുന്നു മൃതദേഹം. ജനവാസ കേന്ദ്രത്തിൽ നിന്നും രാധയെ അടിച്ചു വലിച്ചെടുത്ത് വനത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏറെ നേരം വനത്തിലുണ്ടായിരുന്ന മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പ്രദേശവാസികളുടെ പ്രശ്നമുണ്ടാക്കി. മന്ത്രി ORK ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി സംസാരിച്ചു. നിർമ്മാണശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വനത്തിൽ നിന്നും മൃതദേഹം മാറ്റിയെങ്കിലും ഇവർ പ്രിയദർശിനി പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിന്റെ ഓഫീസിൽ മൃതദേഹം വെച്ചിട്ടാണുള്ളത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള വന്യമൃഗത്തിന്റെ പ്രതിരോധ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. മന്ത്രി ORK, നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. പ്രതിഷേധം കനക്കുകയാണ്. പ്രദേശത്ത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണോ വിജയകുമാർ? ആ മേഖലയിൽ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ്. പക്ഷേ മനുഷ്യർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം വളർത്തുമൃഗങ്ങളെ കടുവ പിടിച്ച സംഭവം ഉണ്ടായിരുന്നുണ്ട്. മുന്നേ തന്നെ കൂട് വെച്ച് കടുവയെ പിടിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും കടുവയെ കിട്ടിയിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയായി കൂട് വെച്ച് കടുവയെ വനപാലകർ പിടികൂടിയിരുന്നു.